ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ഈ ഏറ്റുമുട്ടലിന് തുടക്കം തന്നെ കുറിച്ചത്. അതിപ്പോഴും തുടരുകയാണ്. സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലയുടെ പൂർണ്ണ അധികാരം എൻ്റെ കയ്യിലാണ് എന്നും ഞാൻ തീരുമാനിക്കും, അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും അതാണ് ഇവിടുത്തെ ന്യായവും നീതിയുമെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ ഗവർണർ. ഏതായാലും കേരളം പോലെയുള്ള ഒരു മതനിരപേക്ഷ സംസ്ഥാനം അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കും എന്ന് തോന്നുന്നില്ല. കാരണം അതിനെതിരെ പ്രതിഷേധം ഉയരുക തന്നെ ചെയ്യും, പ്രതിഷേധം ഉയരുക തന്നെ ചെയ്യണം. അതുമാത്രമല്ല, ഗവർണറുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മതി എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന്. നേരത്തെ തന്നെ സർവകലാശാലയെ കൈപ്പിടി ഒതുക്കാൻ RSS വലിയ ശ്രമങ്ങൾ ദേശീയ തലത്തിൽ തന്നെ നടത്തിയിരുന്നു. നമുക്കറിയാം കേന്ദ്ര സർവകലാശാലകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന്. അവിടെയെല്ലാം സംഘപരിവാർ വൽക്കരണം പൂർണ്ണമായി കഴിഞ്ഞു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മുതൽ താഴോട്ട് RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ഹിന്ദുത്വവൽക്കരണം ഏകദേശം നടപ്പാക്കി കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ മാത്രം അത് പൂർണ്ണതോതിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിന് വലിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിലൊക്കെ നാം അത് കണ്ടതാണ്. കേരളത്തിലും RSSും സംഘപരിവാറും ഗവർണറെ ഉപയോഗിച്ച് നല്ല നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അതിനെ പ്രതിരോധിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷത വിശ്വസിക്കുന്നവരുടെ ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഗവർണറുടെ നീക്കങ്ങൾക്കെതിരെ പ്രതിരോധം കേരളത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളും UDFും ഒക്കെ ഗവർണറുടെ കൂടെയാണ്. അങ്ങനെയെങ്കിലും LDF സർക്കാരിനെ തറടിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർക്ക് എന്തെങ്കിലും ചെറിയ നേട്ടം സുപ്രീം കോടതിയോ മറ്റോ ഉണ്ടായാൽ വലിയ വാർത്ത കൊടുക്കും സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഗവർണർക്കെതിരെ എന്തെങ്കിലും പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായാൽ അത് വെറും വാർത്തയായി ഒതുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ ഘട്ടത്തിലൊന്നും ഒരക്ഷരം മിണ്ടാതെ അത് സർക്കാരിന് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടും നാം കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച ആരാണ് ഗവർണറുടെ കൂടെ എന്നാണ്. UDF പറയുന്നു മുഖ്യമന്ത്രിയാണ് ഗവർണറുടെ കൂടെ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഗവർണറുടെ കൂടെ നിൽക്കുന്നത്, ഗവർണർക്ക് ആരാണ് പിന്തുണ നൽകുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംസാരിക്കുന്ന തെളിവായി നമ്മുടെ മുന്നിലുള്ളത് കാലിക്കറ്റ് കേരള സർവകലാശാലകളിലേക്ക് സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളുടെ പട്ടിക നോക്കിയാൽ മതി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 11 പേർ BJPക്കാർ, 5 പേർ UDF കോൺഗ്രസ്, 3 പേർ ലീഗ്. സമാനമായ സ്ഥിതിയാണ് കേരള സർവകലാശാലയിൽ. പക്ഷേ കേരള സർവകലാശാലയിൽ കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും അടുപ്പിച്ചില്ല ഗവർണർ. മുഴുവൻ BJPക്കാരെ കൊണ്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ആരൊക്കെയാണെന്നറിയാമോ? CPM നേതാവിനെ കൊലപ്പെടുത്തി ആ കൊലക്കേസ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊലക്കേസ് പ്രതിയുടെ ഭാര്യ പോലും സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. എന്ന് വെച്ചാൽ എത്രമാത്രം ഏകപക്ഷീയമായി RSSൻ്റെയും BJPയുടെയും ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റിന് താഴെ ഒപ്പിടുന്ന പണിയിലേക്ക് നമ്മുടെ ചാൻസലർ മാറിയിരിക്കുന്നു എന്ന് ഇതിൽ പരം തെളിവുകൾ വേറെയില്ല. അപ്പോഴും മിണ്ടുന്നില്ല നമ്മുടെ UDF നേതാക്കൾ. ഇത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ വിദ്യാർത്ഥി സമൂഹം, SFI അടക്കമുള്ള വിദ്യാർത്ഥി സമൂഹമുണ്ട്. അവർ അടങ്ങിയിരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് ഇറങ്ങി എന്നതാണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷ വിദ്യാർത്ഥി അധ്യാപക സംഘടനകളെ മുൻനിർത്തിക്കൊണ്ട് ഗവർണർക്കെതിരെ ഒരു പടയൊരുക്കം നടത്താൻ തന്നെയാണ്, പ്രത്യക്ഷമായ പടയൊരുക്കം നടത്താൻ തന്നെയാണ് ഇപ്പോൾ LDF തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. അതിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. SFI പ്രവർത്തകർ ഇന്ന് പഠിപ്പ് മുടക്കി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ച് അക്രമാസക്തമായി പോലീസുമായി ഉന്തുന്തള്ളലുണ്ടായി. ബാരിക്കേഡ് തകർത്ത SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും സംഘർഷാവസ്ഥ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം SFI നേതാക്കൾ പ്രഖ്യാപിച്ച കാര്യമുണ്ട്. 2 സർവകലാശാലകൾ എന്ന് വെച്ചാൽ കാലിക്കറ്റും അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയും. ഈ സർവകലാശാലയുടെ മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹം ആരംഭിക്കാൻ SFI തീരുമാനിച്ചിരിക്കുന്നു. രാപ്പകൽ സത്യാഗ്രഹം ആരംഭിക്കുക എന്ന് വെച്ചാൽ ഗവർണർ നോമിനേറ്റ് ചെയ്തവർ സർവകലാശാലയിലേക്ക് കയറുന്നത് തടയും എന്ന് പ്രഖ്യാപിക്കാതെ പറയുകയാണ് SFI ചെയ്തിരിക്കുന്നത്. ഗവർണർ നോമിനേറ്റ് ചെയ്യപ്പെട്ട RSSൻ്റെയും BJPയുടെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒരംഗവും ഒരു സെനറ്റ് അംഗവും സർവകലാശാലകളിലേക്ക് കയറേണ്ടതില്ല എന്ന തീരുമാനത്തിൽ SFI എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. പരസ്യമായി അത് അവർ പറയുന്നില്ല. പക്ഷേ SFI പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. SFI പ്രഖ്യാപിക്കുന്നത് സർവകലാശാലകളിലേക്ക് ഗവർണറെ പ്രവേശിപ്പിക്കില്ല എന്നാണ്.
ഒരു സർവകലാശാലകളിലേക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും ഇനി ഗവർണറെ പ്രവേശിപ്പിക്കില്ല. ഗവർണർ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ തടയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു SFI. നമുക്കറിയാം, SFI നടത്തിയ സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ വിളനിലം സമരമടക്കമുള്ള സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ തീഷ്ണമായ സമരങ്ങൾ നടത്തി പരിചയമുള്ള പാരമ്പര്യമുള്ള SFI പോലെയുള്ള സംഘടന അത്തരം സമരത്തിന് ആഹ്വാനം ചെയ്താൽ സ്വാഭാവികമായും അത് നടക്കും. അങ്ങനെ വന്നാൽ ഗവർണർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും. ഗവർണറെ രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കില്ല എന്നും നേരത്തെ SFI നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വായിക്കേണ്ടതാണ്. ഏതായാലും അതിനുശേഷം അധ്യാപക സംഘടനകളെ രംഗത്തിറക്കിക്കൊണ്ടും ഗവർണർക്കെതിരെ പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഒരു കാര്യം ഉറപ്പ്, ഗവർണർ നടത്തുന്ന ഈ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ ഒരു സർവകലാശാല, ആ സർവകലാശാലയുടെ ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്ന നടപടി ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.